ഓഗസ്റ്റ് 23 റിലീസാവുന്ന കർണിക എന്ന സിനിമയുടെ DOP അഥവാ ക്യാമറമാനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹായ്, വെൽക്കം ടു മാപ്സ്റ്റിക്. എന്തൊക്കെയുണ്ട് വിശേഷം? ആ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ സിനിമ റിലീസിന് ഒരുങ്ങുന്നത് എന്താണ് ഈ ഒരു നിമിഷത്തിൽ തോന്നുന്നത്? സന്തോഷമുണ്ട്. ആക്ച്വലി ഇതെൻ്റെ ഫസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഫിലിമാണ്. മുമ്പൊക്കെ ഞാൻ 2 പടത്തിൽ അസോസിയേറ്റും അസിസ്റ്റൻ്റൊക്കെ ആയിരുന്നു. ക്യാമറമാനാണോ അതോ? അതെ, ക്യാമറയായിട്ട് തന്നെയാണ്. ഞാൻ ഡയറക്ഷൻ അധികം പോയിട്ടില്ല, നമുക്ക് പറ്റാത്തൊരു ഫീൽഡായിട്ട്. സോ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഇൻഡിപെൻഡൻറ്റ് പടമാണ്. 21 ഇറങ്ങുന്നതിൽ സന്തോഷമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ക്യാമറാമാൻ ആവണം എന്നുള്ളൊരു ആഗ്രഹം വന്നത്? അത് ആക്ച്വലി ഇറ്റ്സ് എ ലോങ് സ്റ്റോറി. ഷോർട്ടാക്കി പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ ജീവിതത്തിൽ ഒരാളുണ്ടാവുമല്ലോ ടേണിംഗ് പോയിന്റ്. അതേപോലെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളിയുടെ അടുത്തുള്ള റിവെഞ്ച് ആണ് ആക്ച്വലി ഞാൻ ക്യാമറമാൻ ആയത്. ക്യാമറ വെച്ചിട്ട് തന്നില്ലേ? എക്സാക്ട്ലി, ക്യാമറ വെച്ച് തന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ട്രിവാൻഡ്രംകാരനാണ്. ഞാൻ ആളെ പേരൊന്നും പറയുന്നില്ല. പുള്ളിക്കാരൻ എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഒരുമിച്ചൊരു ട്യൂഷൻ ക്ലാസ്സിലായിരുന്നു. അപ്പം ഞാൻ ആക്ച്വലി മിഡിൽ ക്ലാസ് ആണ്. അപ്പം മിഡിൽ ക്ലാസ് പുള്ളി അത്യാവശ്യം ഹൈ ക്ലാസ് ആണ്. എന്നാലും അപ്പോൾ പുള്ളി ഇതുപോലെ ഒരു ചെറുപ്പത്തിൽ ഇതുപോലെ ട്യൂഷൻ ക്ലാസ്സിൽ ഒരു ഡിജിറ്റൽ ക്യാമറ കൊണ്ടുവന്നൊരു സൂം ക്യാമറ നിക്കോണിൻ്റെ. അപ്പോൾ കൊണ്ടുവന്നിട്ട് പുള്ളി ഫോട്ടോ എടുത്തപ്പോൾ ഞാൻ ക്രൈസ് കൊണ്ടിട്ട് പറഞ്ഞു, എടാ എനിക്കൊന്ന് ഷൂട്ട് ചെയ്യാൻ തരുമെന്ന് കേട്ടോ. അപ്പം ഇവൻ എന്നെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്തു. അത് നിന്നെപ്പോലുള്ള മാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയതല്ല ക്യാമറ, അതൊക്കെ ഞങ്ങൾ ഫുൾ ഹൈ ക്ലാസ്. അത് ആക്ച്വലി മനസ്സിൽ ഹിറ്റായി. 2014-15 ഐ തിങ്ക്. 14-15 അല്ല 13-14 അല്ല DSLR ഒക്കെ ഉണ്ട്. ആ ടൈമിലുണ്ട്. എനിക്ക് തോന്നുന്നു ക്യാനൻ്റെ 70D ഒക്കെ റിലീസ് ചെയ്ത സമയമാണത്. 5D മാർക്ക് അല്ല, അതിന് ശേഷം 5D മാർക്ക് 4 റിലീസ് ചെയ്തത്. അങ്ങനെ സോണിയിൽ നിന്ന് ആക്ച്വലി കേരളത്തിലെ ഒരു DSLR ക്യാമറ. അതെ ആ വന്നോട് സമയത്ത്, അതായത് നമ്മുടെ ഫേസ്ബുക്കിലെ ഫോട്ടോ സെറ്റപ്പ് ഇല്ലേ, അന്ന് ഫോട്ടോ എടുത്തിട്ടുള്ള. അതെ. അപ്പൊ നമുക്കിത് കാണുമ്പോൾ നമ്മുടെ ഫേസ്ബുക്കിൽ ഒരു പ്രൊഫൈൽ ഫോട്ടോ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സംഭവമായിട്ടുണ്ട്. അതെ കമന്റ് മീ സപ്പോർട്ട് മീ ബ്രോ സെറ്റപ്പ്. അപ്പോൾ ആ സാധനം അപ്പൊ അങ്ങനെ പുള്ളി പറഞ്ഞിട്ട് പറ്റാത്തോണ്ട് ഞാൻ അതുവരെ ആക്ച്വലി എനിക്ക് ആർമിയിൽ ജോയിൻ ചെയ്യണമെന്നായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്യണമെന്നായിരുന്നു. അപ്പം ഞാൻ അവിടെ വെച്ച് ഞാൻ തീരുമാനിച്ചു ഇവനെക്കാളും വലിയ ചെറിയ ക്യാമറ വരാൻ പോകും. അപ്പോൾ അതിനുശേഷം പുള്ളി ആക്ച്വലി ഒരു മീഡിയ വില്ലേജ് പഠിക്കാൻ പോയി. നമുക്കുള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആരാൾക്കാരെ കൈകാലൊക്കെ പിടിച്ച് വർക്ക് ചെയ്ത് അത് ഡെലിവെടുത്തി. അപ്പോൾ ആദ്യമായിട്ട് മേടിച്ചൊരു ക്യാമറ ഏതാണ്? ഞാൻ ആദ്യമായിട്ട് ഡ്രോണാണ് മേടിച്ചത്. മേടിച്ചത് കാരണം ഞാൻ അന്ന് കൂടുതലും ഡ്രോണിൽ കുറച്ച് ഫോക്കസ് ചെയ്ത്. കാരണം ക്യാമറ വഴി പോയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ട് എത്താനായിട്ടുള്ള ദൂരം ഭയങ്കര കൂടുതലാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ വെഡ്ഡിങ് അങ്ങനെയൊക്കെ ചെയ്ത് പോകണം. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഡ്രോൺ ആക്ച്വലി അന്ന് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം ഡ്രോൺ കൂടുതൽ ആൾക്കാർ വെഡ്ഡിങ്ങിനാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പം ഞാൻ ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ട്രിവാൻഡ്രത്ത് ജിതിൻ ലാൽ എന്ന് പറഞ്ഞ ഡയറക്ടറുണ്ട്. പുള്ളിയുടെ പടമാണ് ഈ അജയൻ്റെ 2ാം മോഷണം ടോവിനോനെ വെച്ചിട്ട്. അപ്പോൾ പുള്ളി എൻ്റെ ഒരു വർക്ക് കാണുകയും പുള്ളി എന്നെ വിളിച്ചിട്ട് എനിക്ക് ഇങ്ങനെ 2 ബോക്സ് ഉണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ പുള്ളിയുടെ കെയർ ഓഫിൽ ഞാൻ കുറച്ച് പടവും ചെയ്തായിരുന്നു. അപ്പം മറ്റേ കൽക്കിയിലൊക്കെ ഞാൻ ഡ്രോൺ ചെയ്തായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അസ്കർ അലിയുടെ ജീംബുംബ എന്ന് പറഞ്ഞ പടം. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെയാണ്. പക്ഷെ അതിനുശേഷം എനിക്ക് ഡ്രോൺ ആക്ച്വലി അതൊരു എനിക്കൊരു കയറിപ്പെടാനുള്ള ഒരു സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ മെയിൻലി ക്യാമറയാണല്ലോ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞാനിങ്ങനെ ഓരോ DOPസിനെയൊക്കെ ആയിട്ട് പരിചയപ്പെട്ടു. അങ്ങനെ പരിചയപ്പെട്ട സുദീപ് ഇളമൻ, നമ്മുടെ അയ്യപ്പനെക്കുറിച്ചുള്ള ക്യാമറമാൻ, പുള്ളിനെ പരിചയപ്പെട്ടു. പുള്ളിയുടെ 18ാം പടിയിൽ കുറച്ച് ഷെഡ്യൂൾ വർക്ക് ചെയ്തു. 3rd ക്യാമറമാൻ എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് സൈഡിൽ നിന്ന് ചേട്ടാ മറ്റേ ഷോട്ടൊക്കെ നോക്കി അങ്ങനെ ഇത് തന്നെയായിരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ ഈ ജിതിൻ ലാലിൻ്റെ കെയർ ഓഫിൽ തന്നെ നമ്മുടെ മേജർ സാറിൻ്റെ മോൻ അർജുൻ രവി, പുള്ളിക്കാരൻ കുംഫു മാസ്റ്റർ എന്ന എബ്രിക്ഷൻ്റെ ഒരു പടം ഫസ്റ്റ് പടമാണ് പുള്ളിയുടെ. അതിൽ ഞാൻ സെക്കൻഡ് യൂണിറ്റ് ക്യാമറ അസോസിയേറ്റ് ക്യാമറ ആയിരുന്നു. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് പടം. അങ്ങനെ അത് ചെയ്തു. പിന്നെ അതിനുശേഷം കോവിഡ് വന്നു. കോവിഡ് വന്നതിന് ശേഷം ഞാൻ ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റായി. പിന്നെ ഞാൻ കൂടുതലും ഫോക്കസ് ഡോക്യുമെൻ്ററീസ് ഉള്ള കാര്യങ്ങളിലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ BBC വേണ്ടി വർക്ക് ചെയ്തു. പിന്നെ BBCയുടെ സ്ഥിരം വർക്കായി നാറ്റ് ജിയോ, ഡിസ്കവറി, ഫ്രീലാൻസ് ആയിട്ടായിരുന്നു. കാരണം ഇവരൊക്കെ ഓരോ ഏജൻസികൾക്ക് സബ് കോൺട്രാക്റ്റാണ് കൊടുക്കുന്നത്. അങ്ങനെ പിന്നെ അങ്ങോട്ടങ്ങ് സെറ്റിലായി. അങ്ങനെയാണ് പിന്നീട് ലൈഫ് അങ്ങനെയായി. അപ്പോൾ അങ്ങനെ നിന്ന സമയത്താണ് എൻ്റെ ഫ്രണ്ട് വഴി ഇതിൻ്റെ ഡയറക്ടർ അരുൺ മുമ്പല സാറിനെ വിളിക്കുകയും ഇങ്ങനത്തെ ഒരു പടം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചോദിക്കുകയും ഇങ്ങനെ ഒരു സുപ്രാതി ശരി ചെയ്യാം ഇതൊരു ട്രൈ ചെയ്ത പുള്ളി. കാരണം എൻ്റെ കുറച്ച് ഇതിനു മുമ്പ് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ അത് ആക്ച്വലി ഈ സിനിമയുടെ കർണിക എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ഉണ്ട്. ആക്ച്വലി ഇരുളിൻ്റെ രാജകുമാരി എന്നാണ് അതിൻ്റെ ടൈറ്റിൽ പേര്. അപ്പോൾ അത് യൂട്യൂബിൽ ഉണ്ട്. ആക്ച്വലി എനിക്ക് ഇപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല, പടം ഇറങ്ങുന്നുണ്ട്. അപ്പം ആ ഒരു അതെ അതിൻ്റെ കാരണം ആ പടം നമ്മുടെ പ്രൊഡ്യൂസർ സോഹൻ റോയ് സാർ കണ്ടു. ആ ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു, പുള്ളിയുടെ ഫ്രണ്ടാണ് നമ്മുടെ പടത്തിൻ്റെ മെയിൻ നായകൻ കർണൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്ന ആൾ കർണൻ. അപ്പോൾ പുള്ളിയുടെ ഫ്രണ്ടാണ് ഈ സോഹൻ റോയ് സാർ. അപ്പോൾ പുള്ളി പറഞ്ഞു ഇതൊരു ചെറിയ പടം ആക്കേണ്ടല്ലോ, ഷോർട്ട് ഫിലിം ആക്കേണ്ടല്ലോ, നമുക്ക് ഫീച്ചർ ഫിലിം ആക്കണമെന്ന് കരുതി പുള്ളി ചെയ്തതാണ്. അപ്പം നമ്മുടെ ഡയറക്ടർ സാർ അന്ന് പോലെ ഒരു DOPനെ അന്വേഷിക്കണം, ഒരു നൈസായിട്ട് ഇങ്ങനത്തെ ഒരു ജേണറാണ്
നമുക്ക് അവർക്ക് സത്യം പുതുമുഖം എന്ന് പറയുമ്പോൾ അറിയാലോ, അവർക്ക് വലിയ വലിയ ക്യാമറമാൻ അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അവർ ചോദിക്കുന്നത് നിങ്ങൾ പടം ചെയ്തിട്ടുണ്ടാവും, ആരും റിസ്ക് എടുക്കാൻ തയ്യാറല്ല. അപ്പോൾ എൻ്റെ 2-3 ഇതുപോലെ ഡോക്യുമെന്ററീസ് ഒക്കെ BBC-ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പുള്ളി കണ്ടപ്പം വിചാരിച്ച് കാണാൻ ഞാൻ ഭയങ്കര കിടിലും പക്ഷേ അത്രയൊന്നും ഇല്ല. അത് എന്നാൽ കഴിയുന്ന മാക്സിമം ഞാൻ കൊടുത്തിട്ടുണ്ട്, ദാറ്റ്സ് ഇറ്റ്. സോ അപ്പോൾ പുള്ളി എന്നെ വിളിച്ചു, ഒരു വെളുപ്പാങ്കാലത്ത് വിളിച്ചിട്ട് ഇങ്ങനെ സ്റ്റോറി പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇതുവരെ ട്രൈ ചെയ്ത ഫീൽഡിൽ ട്രൈ ചെയ്തോക്കെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ ഫിലിമിലേക്ക് വരുന്നത്.